നമസ്കാരം സുഹൃത്തുക്കളെ, എന്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എഡ്യൂടെക്. 2026 ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസിന്റെ ഡിസ്കഷൻ ആണ്. അപ്പൊ ഇനി വരുന്ന എല്ലാ പരീക്ഷകൾക്കും ഞാൻ ഇടുന്ന കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ് നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടിട്ട് പൊക്കോളൂ. തെരഞ്ഞെടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ കറണ്ട് അഫയേഴ്സ് 2026 എന്ന് പറഞ്ഞ ഫോൾഡർ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഒരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുവരെ എടുത്ത എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ഈ ക്ലാസ്സിന്റെ PDF നോട്ട്, ക്ലാസ് കഴിഞ്ഞിട്ട് ഇതിന്റെ PDF നോട്ട് വേണമെന്നുണ്ടെങ്കിൽ യെസ് എന്ന് താഴെ കമന്റ് ചെയ്താൽ മതി. PDF ഞാൻ എന്തായാലും ടെലഗ്രാമിൽ ഇട്ട് തന്നേക്കാം. നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തതുണ്ടെങ്കിൽ ഫസ്റ്റ് കമന്റ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി. ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്റ്റാർട്ട് ചെയ്താലോ? കഴിഞ്ഞ ദിവസത്തെ ക്ലാസ് എല്ലാവരും കണ്ടായിരുന്നോ? അപ്പൊ ക്ലാസ്സിനെ പറ്റിയുള്ള അഭിപ്രായം കൂടി താഴെ കമന്റ് ചെയ്തേക്കണേ. ആദ്യത്തെ ചോദ്യം, 2026 ജൂൺ മാസം ബ്രിക്സ് രാജ്യങ്ങളിലെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളുടെ യോഗത്തിന് വേദിയായ നഗരം ഏതാണ്? ന്യൂഡൽഹിയാണ്. ബ്രിക്സ് എന്നാൽ ഏതൊക്കെ രാജ്യങ്ങളാ? ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, ദക്ഷിണാഫ്രിക്ക. ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, ദക്ഷിണാഫ്രിക്ക എന്നീ രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് ബ്രിക്സ്. പക്ഷെ ഇപ്പൊ കുറച്ച് രാജ്യങ്ങളും കൂടി ഇതിൽ അംഗങ്ങളായിട്ടുണ്ട്. ഇങ്ങനെ ഒരു യോഗത്തിന്റെ പ്രാധാന്യം എന്താണ് എന്ന് ചോദിച്ചാൽ, അംഗരാജ്യങ്ങൾ തമ്മിലുള്ള സുരക്ഷ, ഭീകരവാദ വിരുദ്ധ പ്രവർത്തനങ്ങൾ, സൈബർ സുരക്ഷ എന്നിവ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളുടെ യോഗം ചേരുന്നത്. ഇന്ത്യയുടെ നിലവിലെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ആരാണ്? അജിത് ദോവലാണ്. അജിത് ദോവൽ. അപ്പൊ വേദി എവിടെയായിരുന്നു? ന്യൂഡൽഹി ആണെന്ന് ഓർക്കുക. അടുത്ത ചോദ്യം നോക്കാം. ഭൗതിക ശാസ്ത്രത്തിനുള്ള വുൾഫ് പ്രൈസ് നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ വംശജൻ ആരാണ്? ജൈനേന്ദ്ര കെ ജെയിൻ ആണ്. ജൈനേന്ദ്ര കെ ജെയിനാണ് വുൾഫ് പ്രൈസ്, WOLF, വുൾഫ് പ്രൈസ് 2026 ലഭിച്ചത്. എന്താണ് ഈ വുൾഫ് പ്രൈസ്? ശാസ്ത്ര കലാരംഗങ്ങളിലെ മികച്ച സംഭാവനകൾക്ക് ഇസ്രായേൽ ആസ്ഥാനമായുള്ള വുൾഫ് ഫൗണ്ടേഷൻ നൽകുന്ന അന്താരാഷ്ട്ര പുരസ്കാരമാണ് ഏത്? വുൾഫ് പ്രൈസ്. ഓർക്കുക, നൊബേൽ സമ്മാനം കഴിഞ്ഞാൽ ഈ രംഗത്ത് ഏറ്റവും പ്രശസ്തമായ അവാർഡുകളിൽ ഒന്നാണ് വുൾഫ് പ്രൈസ്. ഇത് ഇത്തവണ ഒരു ഇന്ത്യൻ വംശജന് തന്നെയാണ് ലഭിച്ചിരിക്കുന്നത്. അഭിമാനകരമായ നേട്ടം. അദ്ദേഹത്തിന്റെ പേരെന്താണ്? ജൈനേന്ദ്ര കെ ജെയിൻ. ജൈനേന്ദ്ര കെ ജെയിൻ. ഓർക്കുമല്ലോ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം, കൃഷി, പോഷകാഹാരം, പൊതുജനാരോഗ്യം എന്നിവ രാഷ്ട്രീയമായി സംയോജിപ്പിക്കുക ലക്ഷ്യമിട്ട് 2026 കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയുടെ പേരെന്താണ്? സേഹത് മിഷൻ എന്നതാണ്. സേഹത് മിഷൻ. ഓർക്കുക. അപ്പൊ നിങ്ങളോട് ഞാൻ ചോദ്യം ചോദിക്കട്ടെ. കേരളവുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. നിലവിലെ കേരള കൃഷി വകുപ്പ് മന്ത്രി ആരാണ്? കേരള കൃഷി വകുപ്പ് മന്ത്രി ആരാണ്? താഴെ ഒന്ന് കമന്റ് ചെയ്യാമോ? ഇതിലേക്ക് തിരിച്ചു വന്നാൽ, കൃഷി മികച്ചതാക്കുക, അതിലൂടെ ജനങ്ങൾക്ക് ആവശ്യമായ പോഷകാഹാരം ഉറപ്പാക്കുക, അതുവഴി രാജ്യത്തിന്റെ തന്നെ പൊതുജനാരോഗ്യം മെച്ചപ്പെടുത്തുക എന്നതാണ് ഈ ഒരു പദ്ധതി മെയിൻ ആയിട്ടും ലക്ഷ്യം വെക്കുന്നത്. സേഹത് മിഷൻ ചോദിക്കാൻ ചാൻസ് ഉള്ള ചോദ്യമാണ്. അപ്പൊ സേഹത് മിഷൻ ചോദിക്കാൻ ചാൻസ് ഉള്ള ചോദ്യമാണ്. ഓർത്തു വെച്ചോളൂ. എങ്ങനെ ഓർത്തിരിക്കാം? സേഹത് എന്നാൽ ഹിന്ദിയിൽ ആരോഗ്യം എന്നാണ് അർത്ഥം. ഓക്കെ, സേഹത് എന്നാൽ ഹിന്ദിയിൽ എന്താണ്? ആരോഗ്യം. അപ്പൊ കേന്ദ്ര സർക്കാർ 2026 ആരോഗ്യ പോഷകാഹാര രംഗത്ത് കൊണ്ടുവന്ന വലിയ സംയോജിത പദ്ധതിയാണ് ഏത്? സേഹത് മിഷൻ. സേഹത് മിഷൻ. സെറ്റ് അല്ലേ? അടുത്ത ചോദ്യം നോക്കാം. കേരളത്തിൽ ലഹരി മാഫിയകൾക്കെതിരെ എക്സൈസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ജനകീയ ക്യാമ്പയിന്റെ പേരെന്താണ്? മയങ്ങില്ല കേരളം. എന്താണ് പേര്? മയങ്ങില്ല കേരളം. അതായത് കേരളത്തെ ലഹരി മുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിൽ ജനപങ്കാളിത്തത്തോടെ നടപ്പിലാക്കുന്ന ക്യാമ്പയിൻ, അതാണ് ജനകീയ ക്യാമ്പയിൻ. ജനപങ്കാളിത്തത്തോടെ നടപ്പിലാക്കുന്ന ക്യാമ്പയിൻ ആണ് ഏത്? മയങ്ങില്ല കേരളം. ഓർത്തിരിക്കുക, ഇമ്പോർട്ടന്റ് ആണ്. മയങ്ങില്ല കേരളം. പേരിന്റെ പ്രാധാന്യം തന്നെ നോക്കിയാൽ മതി. ലഹരിക്ക് മുന്നിൽ കേരളം മയങ്ങി വീഴില്ല എന്ന ശക്തമായ സന്ദേശമാണ് ഈ മയങ്ങില്ല കേരളം എന്ന ക്യാമ്പയിൻ നാമം നൽകുന്നത്. സ്കൂളുകൾ, കോളേജുകൾ,
തദ്ദേശ സ്ഥാപനങ്ങൾ എന്നിവ കേന്ദ്രീകരിച്ച് വലിയ ബോധവൽക്കരണ പ്രവർത്തനങ്ങളാണ് ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത്. ഓർക്കുക, അപ്പൊ കേരള എക്സൈസ് വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. കേരള എക്സൈസ് വകുപ്പ് മന്ത്രി ആരാണ്? എം ലിജു ആണ്. അപ്പൊ ഈ പറഞ്ഞ 4 ചോദ്യവും കിട്ടിയോ? കിട്ടിയെങ്കിൽ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാമോ? ക്ലാസ് ഇരുന്ന് തന്നെ പഠിച്ചോട്ട് പോവുക. ഇത് പഠിക്കാൻ വേണ്ടി വേറെ സമയം കണ്ടെത്തേണ്ട ആവശ്യമില്ല. നിങ്ങൾ ക്ലാസ് ഇരുന്ന് തന്നെ മാക്സിമം പഠിച്ചോട്ട് പോകാൻ വേണ്ടി നോക്കുക. ഓക്കെ, അടുത്തയിലേക്ക് പോകാം. അതിനു മുന്നേ നമ്മുടെ വേരിയസ് LGSന്റെ ക്ലാസ് ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ വേരിയസ് LGSന്റെ ക്ലാസ്സിന് ഇന്ന് തുടക്കമാവുകയാണ്. 2027 ഡിസംബർ 31 വരെ വാലിഡിറ്റി ഉള്ള കോഴ്സാണ്. 2027 ഡിസംബർ 31 വരെ. ഈ ബാച്ച് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് ജോലിക്ക് പോകുന്ന ഉദ്യോഗാർത്ഥികൾ, വീട്ടമ്മമാർ, പഠനത്തിൽ ഗ്യാപ്പ് വന്ന ആൾക്കാർ, തുടക്കക്കാർ, ഇവർക്കൊക്കെ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ പ്രിന്റ് എടുക്കാൻ പറ്റുന്ന PDF നോട്ട് ഉൾപ്പെടെയാണ് ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നത്. എല്ലാ സബ്ജക്റ്റും ഉണ്ടായിരിക്കും. സിലബസിലെ എല്ലാ കാര്യങ്ങളും, കറണ്ട് അഫയേഴ്സ് ഉൾപ്പെടെ, GK, സയൻസ്, മാത്സ്, മെന്റലിബിലിറ്റി, കറണ്ട് അഫയേഴ്സ്, ഷോർട്ട് കറണ്ട് അഫയേഴ്സും മന്ത്ലി കറണ്ട് അഫയേഴ്സും PSC പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സ് ഡിസ്കഷൻ, പഴയ CRT, പുതിയ CRT എല്ലാം ഉണ്ടായിരിക്കും. തിങ്കൾ മുതൽ വെള്ളി വരെ ആയിരിക്കും നിങ്ങൾക്ക് പഠിക്കാനുള്ള പോർഷൻസ് വരുന്നത്. ശനി ഞായറും റിവിഷനാണ്, ഞായറാഴ്ച പരീക്ഷ. ആ ഒരു രീതിയിലാണ്. സെറ്റ് അല്ലേ? അപ്പൊ നമ്മുടെ ഹർഷിത എഡ്യൂടെക് ആപ്പിൽ LGS മുതൽ ഡിഗ്രി ലെവൽ വരെയുള്ള കോഴ്സുകൾ അവൈലബിൾ ആണ്. യൂണിഫോം ജോബ് എല്ലാം ഉണ്ട്. പിന്നെ VFAയുടെ എക്സാം ഡേറ്റ് വന്നത് എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ. സെപ്റ്റംബർ മാസം 19-ാം തീയതിയാണ്. അപ്പോൾ VFA, ബെഫ്കോ, LD കോംബോ ബാച്ച് രണ്ടിനും സെയിം സിലബസ് ആയതുകൊണ്ട് തന്നെ കോംബോ ബാച്ച്. പക്ഷെ ബെഫ്കോയ്ക്ക് പ്രിലിംസ് ഉണ്ട്, അതുകൊണ്ട് പ്രിലിംസ് ആൻഡ് മെയിൻസ് ഇൻക്ലൂഡഡ് ബാച്ച് ആണ്. ഇപ്പോ ഫീസ് 1799 മാത്രമേ വരുന്നുള്ളൂ. ജോയിൻ ചെയ്യാവുന്നതാണ്. ഹർഷിത എഡ്യൂടെക് ആപ്പിൽ സ്റ്റോർ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഡീറ്റെയിൽസ് കിട്ടും കേട്ടോ. അപ്പൊ ചെക്ക് ചെയ്തോളാം. അപ്പൊ LDCയുടെ പുതിയ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ നമ്മൾ ഉടനെ തന്നെ തുടങ്ങും. വെയിറ്റ് ചെയ്തിരിക്കാം. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. ഇന്റർനാഷണൽ ബിഗ് കാറ്റ് അലയൻസിൽ അംഗമായ 27ാമത്തെ രാജ്യം ഏതാണ്? ബംഗ്ലാദേശ്. ബംഗ്ലാദേശ് ആണ് ഇന്റർനാഷണൽ ബിഗ് കാറ്റ് അലയൻസ്, IBCA എന്ന് കേട്ടിട്ടുണ്ടോ? അതായത് പ്രകൃതിയിലെ പ്രധാനപ്പെട്ട 7 വലിയ പൂച്ചവർഗ്ഗങ്ങൾ. അതിൽ ഏതൊക്കെ ഉൾപ്പെടുന്നുണ്ട്? കടുവ ഉൾപ്പെടുന്നുണ്ട്, സിംഹം ഉൾപ്പെടുന്നുണ്ട്, പുള്ളിപ്പുലി ഉൾപ്പെടുന്നുണ്ട്, മഞ്ഞപ്പുലി ഉൾപ്പെടുന്നുണ്ട്, ചീറ്റ ഉൾപ്പെടുന്നുണ്ട്, ജാഗർ ഉൾപ്പെടുന്നുണ്ട്, പ്യൂമ ഉൾപ്പെടുന്നുണ്ട്. ഈ 7 വലിയ പൂച്ച വർഗ്ഗങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇന്ത്യ തന്നെ മുൻകൈയെടുത്ത് രൂപീകരിച്ച ഒരു അന്താരാഷ്ട്ര കൂട്ടായ്മയാണ് ഏത്? IBCA, ഇന്റർനാഷണൽ ബിഗ് കാറ്റ് അലയൻസ്. എന്നാണ് ഈ ഒരു പദ്ധതിക്ക് തുടക്കം കുറിച്ചത്? 2023. ആരാണ്? നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഈ പദ്ധതിക്ക് തുടക്കം കുറിച്ചത് എന്നോർക്കുക. ഈ പദ്ധതിയിലേക്ക് ഇപ്പൊ പുതിയൊരു അംഗരാജ്യം കൂടെ വന്നിരിക്കുന്നു. 27ാമത്തെ രാജ്യമായിട്ട് ഏതാ വന്നിരിക്കുന്നത്? ബംഗ്ലാദേശ് ആണ് വന്നിരിക്കുന്നത്. സെറ്റ് അല്ലേ? അപ്പൊ ഇന്റർനാഷണൽ ബിഗ് കാറ്റ് അലയൻസ് എന്താണെന്ന് ഇപ്പൊ ക്ലിയർ ആയല്ലോ. ഈ 7 പൂച്ചവർഗ്ഗങ്ങളെ, വലിയ 7 പൂച്ചവർഗ്ഗങ്ങൾ. അപ്പൊ അത് ഏതൊക്കെയാണ്? കടുവയുണ്ട്, സിംഹമുണ്ട്, പുള്ളിപ്പുലിയുണ്ട്, മഞ്ഞപ്പുലിയുണ്ട്, ചീറ്റ, ജാഗ്വർ, പ്യൂമ, ഇവയൊക്കെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ആരംഭിച്ച ഒരു അന്താരാഷ്ട്ര കൂട്ടായ്മയാണ് IBCA. സെറ്റ് അല്ലേ? ഇനി ബംഗ്ലാദേശിന്റെ പ്രത്യേകത പറഞ്ഞാൽ, ബംഗ്ലാദേശ് ഇന്ത്യയുടെ അയൽ രാജ്യമാണ്. 27ാമത്തെ അംഗമായിട്ട് ഇതിൽ കയറിയിട്ടുണ്ട്. പ്രശസ്തമായ സുന്ദർബൻ കാടുകളിൽ കടുവകളെ സംരക്ഷിക്കുന്നതിൽ ബംഗ്ലാദേശിന് വലിയ പങ്കും ഉണ്ട്. ഓക്കെ, ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. എബോള വൈറസ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ വിമാനത്താവളങ്ങളിലെ ആരോഗ്യ നിരീക്ഷണം ശക്തമാക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ അടുത്തിടെ ഒരു പോർട്ടൽ ആരംഭിച്ചു. ഈ പോർട്ടലിന്റെ പേരെന്താണ്? എയർ സുവിധ 2.0. എയർ സുവിധ 2.0 എന്ന പോർട്ടലാണ് കേന്ദ്ര സർക്കാർ അടുത്തിടെ ആരംഭിച്ചത് എന്നോർക്കുക. അതായത് അന്താരാഷ്ട്ര യാത്രക്കാരുടെ ആരോഗ്യ വിവരങ്ങൾ ഡിജിറ്റലായി ശേഖരിക്കുന്നതിന് വേണ്ടി കേന്ദ്ര വ്യോമയാന മന്ത്രാലയവും ആരോഗ്യ മന്ത്രാലയവും ചേർന്ന് നടപ്പിലാക്കുന്ന ഓൺലൈൻ സംവിധാനമാണ് എയർ സുവിധ. കോവിഡ് കാലത്താണ് ഇതിന്റെ ആദ്യത്തെ പതിപ്പ് വന്നത്. ഇപ്പൊ എന്താ വന്നിരിക്കുന്നത്? 2.0 ആണെന്ന് ഓർക്കുക. 2.0. മെയിൻ ആയിട്ടും ഈ വിമാനത്താവളങ്ങൾ കേന്ദ്രീകരിച്ച് കൊണ്ടുവരാനുള്ള കാരണം എന്താണ്? ആഫ്രിക്കൻ രാജ്യങ്ങളിൽ എബോള വൈറസ് രോഗബാധ റിപ്പോർട്ട് ചെയ്ത പശ്ചാത്തലത്തിൽ ഇന്ത്യയിലേക്ക് വരുന്ന യാത്രക്കാരെ വിമാനത്താവളത്തിൽ വെച്ച് തന്നെ കൃത്യമായി നിരീക്ഷിക്കാനും കൂടുതൽ രോഗവ്യാപനം തടയാനുമൊക്കെ വേണ്ടിയിട്ടാണ് കൂടുതൽ ഫീച്ചറുകളോടെ എയർ സുവിധ 2.0 കേന്ദ്ര സർക്കാർ ആരംഭിച്ചത്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഫിഫ ലോകകപ്പ് ചരിത്രത്തിൽ
തുടർച്ചയായ 7 മത്സരങ്ങളിൽ ഗോള് നേടുന്ന ആദ്യത്തെ താരം ആരാണ്? തുടർച്ചയായ 7 മത്സരങ്ങളിൽ ഗോള് നേടുന്ന ആദ്യത്തെ താരമാണ് ലയണൽ മെസ്സി. അർജന്റീനയുടെ ഇതിഹാസ ഫുട്ബോൾ താരമാണ് ലയണൽ മെസ്സി. ഫുട്ബോൾ ലോകത്തെ ഒട്ടുമിക്ക റെക്കോർഡുകളും സ്വന്തമാക്കിയ താരമാണ് ആര്? ലയണൽ മെസ്സി. അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യയിലെ ആദ്യ മാതൃക അതിർത്തി ഗ്രാമം മോഡൽ ബോർഡർ വില്ലേജ് എന്ന് പറയും. മോഡൽ ബോർഡർ വില്ലേജ് ഏതാണ്? ചുമൂർ ആണ്. ലഡാക്കിലെ ചുമൂർ. എന്താണ് ഈ മാതൃക അതിർത്തി ഗ്രാമം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇന്ത്യയുടെ അതിർത്തി പ്രദേശങ്ങളിലുള്ള ഗ്രാമങ്ങളുടെ വികസനം, അടിസ്ഥാന സൗകര്യങ്ങൾ, സുരക്ഷ എന്നിവ ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ വൈബ്രന്റ് വില്ലേജ് പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടാണ് അതിർത്തി ഗ്രാമങ്ങളെ മാതൃകാ ഗ്രാമങ്ങളാക്കി മാറ്റുന്നത്. അപ്പൊ ഇന്ത്യ ചൈന അതിർത്തിക്ക് സമീപം കേന്ദ്രഭരണ പ്രദേശമായ ലഡാക്കിൽ സ്ഥിതി ചെയ്യുന്ന ചുമൂർ എന്ന ഗ്രാമമാണ് ഇന്ത്യയിലെ ആദ്യത്തെ മാതൃക അതിർത്തി ഗ്രാമമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ എന്ന് ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ PSCയുടെ ഇഷ്ട ചോദ്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇതൊന്ന് ഓർത്തിരിക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? കേരളത്തിലെ ലഹരി മാഫിയയെയും മയക്കുമരുന്ന് ശൃംഖലയെയും അമർച്ച ചെയ്യാൻ അടുത്തിടെ എക്സൈസ് വകുപ്പ് ആരംഭിച്ച പ്രത്യേക പരിശോധനയുടെ പേരെന്താ? ഓപ്പറേഷൻ തണ്ടർ. ഓപ്പറേഷൻ തണ്ടർ. അതായത് കേരളത്തെ ലഹരി മുക്തമാക്കാനും സംസ്ഥാനത്തേക്ക് വൻതോതിലെത്തുന്ന മയക്കുമരുന്ന് ശൃംഖലകളെ അടിവേരോടെ പിഴുതെറിയാനും വേണ്ടി കേരള എക്സൈസ് വകുപ്പ് നടത്തുന്ന ശക്തമായ മിന്നൽ പരിശോധനയാണ് ഓപ്പറേഷൻ തണ്ടർ. അപ്പൊ മുമ്പ് ഇതേ ചോദ്യത്തിൽ നമ്മൾ എന്ത് കണ്ടു? മയങ്ങില്ല കേരളം എന്നത് എക്സൈസ് വകുപ്പിന്റെ ജനകീയ ബോധവൽക്കരണ ക്യാമ്പയിൻ ആണെന്ന് പറഞ്ഞില്ലേ? ഈ ഓപ്പറേഷനും കൂടി ഓർക്കുക. അപ്പൊ ഇപ്പൊ മയക്കുമരുന്ന് പിടിക്കാനൊക്കെ വേണ്ടിയിട്ട് ശക്തമായിട്ട് കേരള സർക്കാർ ഇറങ്ങിയിരിക്കുകയാണ്. ഇനി ഓപ്പറേഷൻ തൂഫാൻ നിങ്ങൾക്കറിയാം. ഓപ്പറേഷൻ തൂഫാൻ ദ നാർക്കോ ഹണ്ട്, അതൊക്കെ ഓർത്തിരിക്കുക. അത് ഈ കഴിഞ്ഞൊരു പരീക്ഷയ്ക്ക് ചോദിക്കുകയും ചെയ്തു. ഓക്കെ, ചോദ്യം നോക്കാം. രാജ്യാന്തര വനിതാ ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ വീഴ്ത്തുന്ന ബൗളർ എന്ന റെക്കോർഡ് സ്വന്തമാക്കിയ ഇന്ത്യൻ താരം ആരാണ്? ദീപ്തി ശർമ്മയാണ്. ആരാണ്? ദീപ്തി ശർമ്മ. ഇപ്പൊ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിലെ ഒരു മികച്ച ഓൾറൗണ്ടർ ആണ് ഉത്തർപ്രദേശ് സ്വദേശിയായ ദീപ്തി ശർമ്മ. ദീപ്തി ശർമ്മ ഓർക്കുക, അന്താരാഷ്ട്ര തലത്തിൽ ഏകദിനം, അതായത് 2020 തുടങ്ങിയ ഫോർമാറ്റുകളിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ നേടി ലോക വനിതാ ക്രിക്കറ്റിൽ തന്നെ ഇന്ത്യയുടെ പേര് ഒന്നാമതെത്തിക്കാൻ ആർക്ക് സാധിച്ചു? ദീപ്തി ശർമ്മയ്ക്ക് സാധിച്ചു എന്നതാണ്. ഓർത്തിരിക്കുക, വനിതാ ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ വീഴ്ത്തുന്ന ബൗളർ ആരാണ്? ദീപ്തി ശർമ്മയാണ്. അടുത്ത ചോദ്യം നോക്കാം. ചോദ്യം ഇതാണ്. തുടർച്ചയായ 6 ഫിഫ ലോകകപ്പുകളിൽ ഗോൾ അടിക്കുന്ന ആദ്യ പുരുഷ താരം എന്ന റെക്കോർഡിന് അർഹനായതാരാണ്? CR7, അതായത് ക്രിസ്ത്യാനോ റൊണാൾഡോ. ഫുട്ബോൾ ലോകത്തെ മറ്റൊരു ഇതിഹാസ താരമാണ് ആര്? പോർച്ചുഗൽ താരമായ ക്രിസ്ത്യാനോ റൊണാൾഡോ. അപ്പൊ ഫിഫ ലോകകപ്പിന്റെ ചരിത്രത്തിൽ തുടർച്ചയായിട്ട് 6 ടൂർണമെന്റുകളിൽ, അതായത് 6 ടൂർണമെന്റ് ഏതൊക്കെയാണ്? 2006, 2010, 2014, 2018, 2022, ഇപ്പോ 2026. ഈ 6 ഫിഫ ലോകകപ്പുകളിൽ ഗോൾ അടിക്കുന്ന ആദ്യത്തെ പുരുഷ താരം ആരാണ്? CR7 ആണ്, ക്രിസ്ത്യാനോ റൊണാൾഡോ. ഓക്കെ, അടുത്ത ചോദ്യം. ആഗോള ഓഹരി വിപണി മൂല്യത്തിൽ, അതായത് ഗ്ലോബൽ സ്റ്റോക്ക് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനിൽ തായ്വാനെ മറികടന്ന് 5ാം സ്ഥാനത്തെത്തിയത് നമ്മുടെ രാജ്യം തന്നെയാണ്, ഇന്ത്യ. എന്താണ് ഈ ഓഹരി വിപണി മൂലധനം? ഒരു രാജ്യത്തെ ഓഹരി വിപണിയിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള എല്ലാ കമ്പനികളുടെയും ആകെ മൂല്യത്തെയാണ് ഏത് സൂചിപ്പിക്കുന്നത്? ആഗോള ഓഹരി വിപണി മൂലധനം എന്ന് സൂചിപ്പിക്കുന്നത്. ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയുടെ പ്രധാന സൂചകം കൂടിയാണ് ഇത് എന്ന് മനസ്സിലാക്കുക. സാമ്പത്തിക രംഗത്ത് വൻ കുതിച്ചുചാട്ടം നടത്തുന്ന ഇന്ത്യ മുൻപ് മുന്നിലുണ്ടായിരുന്ന തായ്വാനെ
പിന്തള്ളിക്കൊണ്ട് ഇപ്പോ ലോകത്തിലെ തന്നെ രാജ്യങ്ങളുടെ പട്ടികയിൽ 5ാം സ്ഥാനത്തേക്ക് ഉയർന്നു. ഓക്കെ, അപ്പൊ ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയെ കാണിക്കുന്ന കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ, ഇതുപോലെയുള്ള ചോദ്യങ്ങളൊക്കെ നിങ്ങൾ നോക്കിയിരിക്കണം. എപ്പോഴും PSC ചോദിക്കാറുണ്ട്. അപ്പൊ ഓപ്പറേഷൻ തണ്ടർ കിട്ടി, ദീപ്തി ശർമ്മയുടെ ഫാക്ട് കിട്ടി, ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഫാക്ട് കിട്ടി, ആഗോള ഓഹരി വിപണി മൂലധനത്തിന്റെ ഫാക്ടും കിട്ടി. സെറ്റ് അല്ലേ? അടുത്തതിലേക്ക് പോയാലോ? അടുത്ത ചോദ്യം, വിദ്യാർത്ഥികളെ കാർഷിക മേഖലയിലേക്കും പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളിലേക്കും അടുപ്പിക്കുന്നതിനു വേണ്ടി സംസ്ഥാന സർക്കാർ അടുത്തിടെ ഒരു പദ്ധതി ആരംഭിച്ചു. അതിന്റെ പേരാണ് കതിർ. കതിറിന്റെ ഫുൾ ഫോം എന്താ? കേരള അഗ്രികൾച്ചർ ടെക്നോളജി ഹെറിറ്റേജ് ആൻഡ് ഇന്നവേഷൻ ഫോർ റൂറൽ അണ്ടർസ്റ്റാൻഡിങ്. അതിന്റെ ഫുൾ ഫോം എന്ന് പഠിച്ചു വെച്ചേക്കണേ. കേരള അഗ്രികൾച്ചർ ടെക്നോളജി ഹെറിറ്റേജ് ആൻഡ് ഇന്നവേഷൻ ഫോർ റൂറൽ അണ്ടർസ്റ്റാൻഡിങ് എന്നതാണ് കതിറിന്റെ ഫുൾ ഫോം. ഓക്കെ, ISROയുടെ കീഴിലുള്ള ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റംസ് സെന്റർ LPSCയുടെ പുതിയ ഡയറക്ടറായിട്ട് നിയമിതനായത് ആരാണ്? N. ജയൻ ആണ്. N. ജയൻ. ഓക്കെ, ഇനി ശുഭാംശു ശുക്ലയുടെ ഒരു പുസ്തകം അടുത്തിടെ പുറത്തിറങ്ങി. ഇത് മെയിൻ ആയിട്ടും ഓർത്തിരുന്നോളൂ, പരീക്ഷകൾക്ക് ചോദിക്കും. ദി സെക്കൻഡ് ഓർബിറ്റ് എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ്? ശുഭാംശു ശുക്ല. ശുഭാംശു ശുക്ല. അടുത്ത ചോദ്യം, ഇന്ത്യൻ റെയിൽവേ തദ്ദേശീയമായി വികസിപ്പിച്ച ആദ്യത്തെ ഹൈഡ്രജൻ ട്രെയിനിന്റെ പേരെന്താ? അതും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. നമോ ഗ്രീൻ ട്രെയിൻ. നമോ ഗ്രീൻ ട്രെയിൻ എന്നതാണ് ഇന്ത്യൻ റെയിൽവേ തദ്ദേശീയമായി വികസിപ്പിച്ച ആദ്യത്തെ ഹൈഡ്രജൻ ട്രെയിൻ. നമോ ഗ്രീൻ ട്രെയിൻ. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. നിങ്ങൾ ക്ലാസ്സിൽ ഇരുന്ന് തന്നെ പഠിച്ചോ പിള്ളേരെ? വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ. ഞാനൊരു ക്വസ്റ്റ്യൻ പറയുമ്പോൾ വെറുതെ ക്വസ്റ്റ്യൻ ആൻസർ പറയുകയല്ല ചെയ്യുന്നത്, അതിന്റെ ഫാക്റ്റും കൂടി ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കും. അങ്ങനെ പഠിക്കണം, എന്നാൽ മാത്രമേ പ്രസ്താവന രീതിയിലെ ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. റിവൈസ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ, കാരണം നിങ്ങൾ പഠിച്ചു എന്ന് എനിക്ക് ഉറപ്പാണ്. അത്രത്തോളം നന്നായിട്ടാണ് ഓരോ പോയിന്റും പറയുന്നത്. ഓക്കെ, ഇതിന്റെ നോട്ട് വേണമെന്നുണ്ടെങ്കിൽ എസും താഴെ കമന്റ് ചെയ്താൽ മതി, അല്ലെങ്കിൽ PDF താഴെ കമന്റ് ചെയ്താൽ മതി. നമ്മുടെ നോട്ട് എന്തായാലും ടെലഗ്രാം ചാനലിൽ ഇട്ട് തന്നേക്കാം. ഓക്കെ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാം പ്രിപ്പറേഷൻ. ഗോഡ് ബ്ലസ് യു ഓൾ. താങ്ക് യു.